വർക്കഹോളിക്കിന്റെ അറ്റോട് മെയിൻ ആയിട്ട് ചുമ്മാ ഇരിക്കാൻ അറിഞ്ഞൂടാ. ശരിക്കും ഇനി ഒരു സൺഡേക്ക് സ്വന്തമായിട്ട് ആക്ടിങ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യണോന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കും. എന്ന് വേറെ കുറച്ചെടുത്ത് തയ്ക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ, അതാണ്. ഇപ്പൊ മരണും ജയറാമേട്ടനൊക്കെ ജോയിൻ ചെയ്തപ്പോഴത്തേനും എപ്പോഴെങ്കിലും വിചാരിച്ചു SKJ ടോക്ക് 3 years ഇങ്ങനെ കൺസിസ്റ്റൻസ് ആയിട്ട് പോവും? നിങ്ങൾ ജോയിൻ ചെയ്ത ടൈമിൽ നിങ്ങൾ എന്താ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ താല്പര്യം? അപ്പൊ 3 years ഇത്രയും ലോങ് ആയിട്ട് പോകുന്ന എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ആ ടൈമില് തുടക്കകാലത്ത്? ഒരു നമ്മൾ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഈ പറഞ്ഞ ഒരു ദിവസം ഞായറാഴ്ച ഷൂട്ട്, ഞായറാഴ്ച മാത്രമേ അന്നുണ്ടായിരുന്നു. ഞായറാഴ്ച ഷൂട്ട്, പിന്നെ വെള്ളിയാഴ്ച റിലീസ്. ആ ഒരു കറക്റ്റ് പ്രോസസ്സിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തോന്നി എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ഞായറാഴ്ച ഷൂട്ട് ഉണ്ടാകുന്നൊരു തോന്നൽ അന്നോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പതുക്കെ പോകും. പിന്നെ അന്ന് ഇത്രയും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ലല്ലോ, ഇത്രത്തോളം ഇല്ലല്ലോ. അപ്പൊ നമ്മള് പതുക്കെ കയറുന്നിട്ട് അന്നേരത്തുണ്ടായിരുന്നു. റീച്ച് ഇത്രത്തോളം പ്രതീക്ഷയില്ല. കാരണം ചെയ്യുന്ന കണ്ടന്റ് അത്രയും സീരിയസ് ആയതുകൊണ്ട് പ്രതീക്ഷിച്ചു. പക്ഷെ ആ പറഞ്ഞ പോലെ എല്ലാം ഉൾട്ടയടിച്ചോണ്ട് ഈ പിള്ളേരാണ് ആദ്യത്തെ ഫാൻസ് വരുന്നത്. ആദ്യം ഇത്രയും റീച്ച് ആയത് പിള്ളേരിലോട്ടാണ്. അപ്പം അത് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു അങ്ങനെ ആ തോന്നൽ.